സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അവസാന പ്രവൃത്തി ദിവസം ഇന്നാണ്, ലാസ്റ്റ് വർക്കിംഗ് ഡേ. ബി.ആർ. ഗവായിയുടെ യാത്രയപ്പ് ഇന്നാണ് നടക്കുക. യാത്രയപ്പിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിക്ക് സുപ്രീം കോടതിയിൽ സെറിമോണിയൽ ബെഞ്ച് ചേരും. ഞായറാഴ്ച വരെയാണ് ചീഫ് ജസ്റ്റിസായുള്ള ബി.ആർ. ഗവായിയുടെ കാലാവധി. തിങ്കളാഴ്ച രാവിലെ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേൽക്കും. മലയാളിയായ KG ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ജസ്റ്റിസ് ബി.ആർ. ഗവായ്. 1985-ലാണ് അഭിഭാഷക വൃത്തിയിലേക്കുള്ള ഗവായിയുടെ കടന്നുവരവ്. 2000-ൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായി. 2019-ലാണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്നത്. നിർണായകമായ പല വിധികളും പുറപ്പെടുവിച്ച ബെഞ്ചിൽ ജസ്റ്റിസ് ഗവായ് അംഗമായിരുന്നു. രാജ്യത്തെ നോട്ട് നിരോധനം ശരിവച്ച വിധി, ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച വിധി, കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയത് ശരിവച്ച വിധി, ബുൾഡോസർ നടപടികൾക്ക് തടയിടൽ തുടങ്ങിയവയിൽ തീരുമാനമെടുത്ത ബെഞ്ചിൽ അംഗമായിരുന്നു ബി.ആർ. ഗവായ്. ഒടുവിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ വ്യക്തത നൽകിയ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷത വഹിച്ച ശേഷമാണ് ഗവായിയുടെ പടിയിറക്കം. ഗവായ് ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള അതിക്രമ സംഭവം. ഒരു കേസിൽ ഗവായ് നടത്തിയ പരാമർശത്തിന് എതിരെയായിരുന്നു അഭിഭാഷകൻ അദ്ദേഹത്തിന് നേരെ ഷൂ എറിഞ്ഞത്. സംഭവം ഞെട്ടിച്ചുവെന്നും തന്നെ സംബന്ധിച്ച് അത് അടഞ്ഞ അധ്യായമെന്നുമായിരുന്നു ബി.ആർ. ഗവായിയുടെ പ്രതികരണം. കേരള മുൻ ഗവർണറും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായിരുന്ന R.S. ഗവായിയുടെ മകൻ കൂടിയാണ് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.